At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom. Hello everyone! Today, India celebrates yet another Independence Day amid pandemic-induced tensions and uncertainties. I'm sure that today and the celebrations bring a gush of memories and a mixture of emotions in the mind of each student. In the corner of our mind gather a cloud of pain when we recollect the bygone years, flag hosting, elaborate assemblies in the school courtyard, the speed ladders given by the school. But life has its own ebb and flow. We do understand that. So, with huge amount of optimism, we, the entire Little Flower family, celebrates the 74th Independence Day today. On behalf of the management, staff and students, I, Amani Harish of 9th, cordially welcome you to this virtual celebration. For a moment, let's bow our heads before the brave hearts who sacrificed their life for the nation and for all of us. Seeing the three ordinary colors merged together extraordinarily. Join with us to salute our pride, tricolor, our national flag. It's a great pleasure for the Little Flower family members when we have great personalities from different fields to felicitate us and share their thoughts. I welcome them wholeheartedly on behalf of our school. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഇന്ത്യൻ മഹാരാജ്യത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യ ദിനം കൂടി സമാഗതമായിരിക്കുകയാണല്ലോ. നിർഭാഗ്യവശാൽ കോവിഡ് മഹാമാരി നമ്മുടെ സ്വാതന്ത്ര്യത്തെ മുഴുവൻ ഹനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. എന്നാലും ഈ സവിശേഷമായ സന്ദർഭം മനുഷ്യൻ്റെ അതിജീവനത്തെപ്പറ്റിയും സ്വാതന്ത്ര്യത്തെപ്പറ്റിയും വികസനത്തെപ്പറ്റിയും ചില മൗലികമായ തിരിച്ചറിവുകൾ നൽകിയിട്ടുണ്ട്. ഈ തിരിച്ചറിവുകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച സ്വാതന്ത്ര്യ സമരവുമായും ദേശീയ പ്രസ്ഥാനവുമായും വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമുക്കറിയാമല്ലോ, മറ്റൊരു രാജ്യത്തിനും സാധിക്കാത്ത തരത്തിൽ അഹിംസ എന്ന വലിയൊരു
തത്വത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മുന്നോട്ടു പോയത്. നമ്മുടെ രാഷ്ട്രപിതാവായ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവായ മഹാത്മജി അഹിംസാവാദിയായിരുന്നു. അദ്ദേഹം അഹിംസ ഉയർത്തിപ്പിടിക്കാൻ സവിശേഷമായ കാരണമുണ്ട്. കാരണം ഹിംസ മറ്റുള്ളവരുടെ നിലനിൽപ്പിൻ്റെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുന്നതാണ്. മഹാത്മജി അതേപോലെ തന്നെ നമ്മുടെ ദേശീയതയെയും വളരെ വിശാലമായ അർത്ഥത്തിലാണ് നിർവചിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ദേശീയത ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം സ്വന്തമല്ല. എല്ലാ മതങ്ങളിലുള്ളവർക്കും എല്ലാ ജാതികളിലുള്ളവർക്കും ഒരേപോലെ അവകാശപ്പെട്ടതാണ് ഈ രാജ്യം എന്ന നിലയ്ക്ക് എല്ലാവരെയും ഐക്യപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. അതേപോലെ തന്നെ ദേശീയത എന്ന് പറഞ്ഞാൽ, ദേശീയതയിൽ നിന്നുണ്ടാകുന്ന രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ അത് മറ്റ് രാജ്യങ്ങളോടുള്ള ശത്രുതയല്ല എന്ന് അദ്ദേഹം വ്യക്തമായി പ്രഖ്യാപിച്ചു, സ്വന്തം പ്രവൃത്തി കൊണ്ട് തെളിയിക്കുകയും ചെയ്തു. ഇന്ത്യ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. അതുകൊണ്ട് തന്നെ വികേന്ദ്രീകൃതമായിട്ടുള്ളൊരു ഭരണകൂട സങ്കല്പമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഏറ്റവും കീഴേക്കടയിലുള്ളവരുടെ വിമോചനം, മനുഷ്യന്മാർ തമ്മിലുള്ള സമത്വം, സഹജീവികളെ മാത്രമല്ല പ്രകൃതിയെ കൂടി ഹിംസിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള വലിയ മൂല്യബോധങ്ങളെല്ലാം തന്നെ ഹിന്ദ് സ്വരാജിൻ്റെ പിറകിലുണ്ടായിരുന്നു. ഇന്ന് ഈ കോവിഡ് കാലത്ത് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വലിയ നഗരവൽക്കരണത്തിൻ്റെയും യന്ത്രവൽക്കരണത്തിൻ്റെയും കെടുതികളെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടായിരിക്കുകയാണ്. സഹജീവികളെ മാത്രമല്ല പ്രകൃതിയെ കൂടി ഹിംസിക്കാൻ നമുക്ക് അധികാരമില്ല. അങ്ങനെ നടത്തുന്ന ഹിംസയിൽ നിന്നാണ് ഈ മഹാമാരികൾ പൊട്ടിപ്പുറപ്പെടുന്നത് എന്നടക്കം നാം മനസ്സിലാക്കി കഴിഞ്ഞു. എല്ലാവരുടെയും സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിക്കാനും ഏറ്റവും കീഴലാളനായിട്ടുള്ള ജനങ്ങളുടെ അടക്കം വിമോചനം സങ്കല്പിക്കാനും പ്രാപ്തമായിട്ടുള്ള മഹാത്മജിയുടെ സന്ദേശങ്ങൾ പ്രസരിപ്പിക്കലായിരിക്കണം ഈ ദിവസം നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കർത്തവ്യം. ആ ഒരു അവബോധത്തിലേക്ക് ഉയരാൻ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കേവർക്കും സ്വാതന്ത്ര്യ ദിന ആശംസകൾ. നമസ്കാരം. Here I welcome my friends to uplift us by feeling their nationalism. Enjoy this patriotic song.
A very happy Independence Day to all students of Little Flower English Medium School, Chellavur. Today we are celebrating 74th Independence Day of our great nation. Indeed, we are not in a cheerful mood to celebrate the Independence Day as we usually do every year. Since January 2020, the world is combating with the COVID-19 pandemic, which made us to stay at home, leaving all our funds and celebrations. I know you are going through a difficult situation and difficult time, but it is not really the time to be sad and disheartened. As you know, the life presents ups and downs, but we would accept both positively. Now you miss your friends, teachers, relatives, and all your dears and near ones. The government imposed certain restrictions during this lockdown period. That is only to save the lives of people. Now you are not happy because you lost your freedom. You lost your freedom to go out. You lost your freedom to travel. You lost your freedom to meet your friends. You lost your freedom to play together. You lost your freedom of choice. Yes, we never experienced these kinds of controlled life so far. But you must remember, from 1757 to 1947, for about 200 years, people of India lived under the mercy of the British. They had no freedom, they had no choice at all. Now you have food, but they didn't. You have house to live in. The most of them were in streets. They are denied all human rights. I mean, the life during the British period was 100 times harder and miserable than these restricted days. But our countrymen survived those miserable times. They fought, they struggled for long years and last won freedom from the British. Our dear friends, let me tell you, we, the human being, have intellectual capacity to survive all difficult situations. Living through this restricted period is a new experience for everyone. Be mindful of this and find ways to listen to or accommodate each other's concern. Don't think about what you don't have, but you think about what you have to meet the challenges in life. You have talents. If you are a singer, sing. If you are a lover of music, listen to music and songs. If you are an artist, draw paints or create something. If you can write short stories and poems. And now you have a plenty of time to go through valuable books. Of course, reading can save you from all sorts of boredoms. Help parents in doing vegetable gardening in the courtyard. Talk with your friends and relatives. Enjoy the life with a family. On the eve of this Independence Day, I extend to you my best wishes and your happiness and prosperity. Let us, on this occasion, remember with gratitude the selfless and devoted services of thousands of our countrymen who laid their lives
to free our country from the clutches of colonial powers. Let us always cherish the value of friendship, cooperation, peace, the value of unity, the value of service, care, dedication, and commitment shown by our great freedom fighters. During this great day of Indian independence, let us honor the health workers, the police, the social workers, and other service persons who have been working day and night to save the life of the people from this pandemic. I also want to mention about the brave and selfless rescue works made by the common public to save the valuable lives in the two tragic incidents happened in the last week. One at Pettimudi in Munnar and the other at Karipur Airport. Once again, I wish all my brothers and sisters a happy Independence Day. Jai Hind. Wear face mask, keep social distancing. Thank you. Words and expressions are, of course, a source of inspiration. If they come from our principal's desk, surely they fill in us confidence. Over to Father Robin Thomas. Respected members of the management, staff, students and dear parents, wishing a happy Independence Day. My greetings may sound ironical in this current crisis, but we all, the members of the Little Flower family, are joining our hearts and minds together to celebrate Independence Day. Though many activities have been stopped, our school is on a move to bring back the normalcy with essential academics and non-academic activities. That is why we have such a celebration, gathering the participation of our students. I gratefully acknowledge our beloved parents' support, students' cooperation, and teachers' dedication and commitment for giving our students uninterrupted education. The freedom and the right we enjoy is attributed to many heroes and their sacrifice. Let us all pay tribute to them on this occasion. Let us remember another group of heroes who are struggling to release us from the grip of virus and natural calamities. My dear students, let us celebrate freedom by promoting a human rights culture in which respect, dignity and equality become a code of living. This will be our role to live up to the dreams. Once again, wishing everyone, especially our beloved students, hopeful days ahead. Thank you. Thank you, Father. We, your students, are always obliged to you. The young Flowerites are ready with a patriotic dance. Let's feel it and be united. ऐ वतन मेरे वतन, ऐ वतन आबाद रहे तो, आबाद रहे तो। वतन वतन मेरे आबाद रहे तो, ऐ वतन वतन मेरे आबाद रहे तो, ऐ वतन वतन मेरे आबाद रहे तो। मैं जहाँ रहूँ जहाँ में याद रहे तो, मैं जहाँ रहूँ जहाँ में याद रहे तो। ऐ वतन मेरे वतन, ऐ वतन मेरे वतन। तू ही मेरी मंजिल है, पहचान तुझे से, तू ही मेरी मंजिल है, पहचान तुझे
तुझ पे कोई गम की आँच आने नहीं दो, तुझ पे कोई गम की आँच आने नहीं दो। कुर्बान मेरी जान तुझ पे शाद रहे तो, कुर्बान मेरी जान तुझ पे शाद रहे तो। ऐ वतन वतन मेरे आबाद रहे तो, मैं जहाँ रहूँ जहाँ में याद रहे तो। ऐ वतन मेरे वतन, ऐ वतन मेरे वतन, आबाद रहे तो, आबाद रहे तो। ऐ वतन मेरे वतन, आबाद रहे तो। Now, how about listening to Alan's Independence Day message? Welcome, Alan. Good morning, India. We all are different, but there is one thing that unites us one, that is independent. Honorable Chief Guest, respected principal, teachers, parents, and all my dear friends. I am Alan Verghese Lins. First of all, I wish you a very happy Independence Day. I would like to speak a few words from the bottom of my heart on this auspicious occasion. I feel immensely honored to be a part of this celebration. Friends, today we are celebrating the 74th Independence Day. It is one of the most important days for all Indian citizens because on this day, 15th August 1947, our country became independent from British rule. On this day midnight, our first Prime Minister Jawaharlal Nehru gave the first independence speech. Independence Day reminds each of us of many things. It reminds us to be grateful, humble, and give respect to all the people who were behind this free India. One of the main motives for celebrating Independence Day is to make young generation aware of the sacrifices made to make this country a better for us. Today, this celebration has more meaning because of the disturbing situation on the borders. We need to express our strong feeling of patriotism by supporting our army and people who work hard to protect our independence. Today, we need to be proud of our nation, support our nation, and try our best to contribute our might to the nation. Dear friends, in unity there lies the strength. Therefore, we have to be united. We have to make every effort to make our country powerful and honorable in the world. During these pandemic times, let us stand united as Indians. Let us be responsible citizens by following the regulations and instructions. Let us have a safe Independence Day celebration. Jai Bharat. Thank you. We have Avanita of Standard 10 to deliver a message on this occasion. Welcome, Avanita. The crave for freedom is having more strength than the crave for any other thing. We can even manage a day without food, but we cannot manage even a minute without freedom. There was a time in the past when we Indians craved for freedom. We became like refugees in our own land when the British Raj existed in India. But due to the struggles of our great leaders, we got back our country as our own native place. At the stroke of midnight on 14th August, our first Prime Minister proclaimed the world that India got its freedom. That was a moment of immeasurable joy for every Indian. The freedom of being a citizen with all the rights is a result of bloodshed, imprisonment, and lathi charge
meted out to many patriots. We must not be ungrateful and oblivious of the brave deeds of Bhagat Singh, Khudram Bose, Chandrasekhar Azad, and many more. They were selfless in their words and actions. We have a lot to imbibe from the tales of freedom struggle. The freedom we enjoy now is of great worth beyond words. It is our duty to protect the rights and help our nation prosper by being dedicated and responsible citizens. Today, India is emerging a superpower in education, economic, and numerous other fields. Leaders with great vision strive hard to take our nation to heights of glory. We must also join them by being responsible and dedicated. The freedom that we got is at a break off at present. We all know that now our country is in the hands of coronavirus. So we all are forced to stay back at our home for our safety and also for the safety of our country. So at this situation, we are not able to explore our freedom. But remember, this is only for a limited time. After this present crucial situation, we can step out and explore our freedom. And also, by staying back at home, we are becoming a part of the group who are struggling to make our country free from the hands of coronavirus. The struggle against British was waged by stepping out from our homes. But our present struggle is by staying at our homes to make our country free from COVID-19. On this great day, we can proudly remember our great leaders and their struggles for us. By wishing a very happy Independence Day to you all, I conclude my words here. At this occasion, I have only one more thing to say. I am proud to be an Indian. You too. ഞാൻ നിങ്ങളുടെ ചാച്ചാച്ചി. പനിനീർ പൂക്കളെയും നിങ്ങളെപ്പോലെയുള്ള കുഞ്ഞുങ്ങളെയുമാണ് എനിക്ക് ഏറെ ഇഷ്ടം. ഞാൻ ഈ രാജ്യത്തെ സേവിക്കും. ഓരോ തുള്ളിച്ചോറിയും ഇന്ത്യക്ക് ശക്തിയും ഊർജവും നൽകും. कुछ करिए नस नस मेरी खोले हाय कुछ करिए बस बस बड़ा बोले अब कुछ करिए ओ कोई तो चल सिद्ध फड़िए तू बेतरिए या मरिए हाय कोई तो चल सिद्ध फड़िए तू बेतरिए या मरिए चक दे
Jai Hind. The famous words Vanya wrote, to be successful in life, what you need is education. Jai Hind. Jai Hind. कूचों में गलियों में राशन की फलियों में बैलों में बीजों में ईदों में दीजों में रेतों के दानों में फिल्मों के गानों में सड़कों के गड्ढों में बातों के अड्डों में भूखा रोज भर ले 10-12 बार कर ले रहना न यार पीछे कितना भी कोई खींचे तस है नामस है जी जिद है तो जिद है जी किसना यूं ही पिसना यूं ही पिसना यूं ही बस करिए कोई तो चल सिद्ध फड़िए तू बेतरिए या मरिए हाय कोई तो चल सिद्ध फड़िए तू बेतरिए या मरिए चक दे हो चक दे गिलिया 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 लड़ती पतंगों में भिड़ती उमंगों में खेलों के मेलों में पल खाती रेलों में गन्नों के मीठे में खतर में छींटे में ढूंढो तो मिल जाओगे कप्ता बोहीदों में रंग है समाज बिखरे और खुल के आज बिखरे मन जाए ऐसी होली रग रग मचल के बोली Our short Independence Day program. Thank you all for watching us and giving us constant support. Heartfelt gratitude to all the members of the management, teachers and dear friends for your coordination and hard work. Freedom is nothing else but a chance to be better. Let us look forward for a better future. Thank you everyone.